പുരുഷന്മാർക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ലൈംഗിക പ്രശ്നമാണ് പ്രിമേച്ചർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അനിയന്ത്രിതമായി ഇങ്ങനെ സംഭവിക്കുന്നത്. ചിലരിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെയോ അതല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് അല്പസമയത്തിനുള്ളിലോ ഇങ്ങനെ സംഭവിക്കുന്നു. ഇതുമൂലം പങ്കാളികളിൽ രണ്ടുപേർക്കും രതിസുഖം അനുഭവിക്കാൻ പറ്റാതെ വരികയും അതുമൂലം നിരാശയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയും മറ്റു ബന്ധത്തിലേക്ക് പോകുവാൻ ഇടവരികയും ചെയ്യുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുമ്പോൾ ദമ്പതികൾക്കിടയിലുള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരികയും അവരിൽ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സുമൊക്കെ ഉണ്ടാവുകയും മാനസികമായി അവർ നിരാശ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രിമേച്ചർ ഇജാക്കുലേഷൻ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ലൈഫ് ലോങ് ആണ്, നേരത്തെ തന്നെ ഇത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മറ്റൊന്ന് അക്വയർഡ് ആണ്, ആദ്യം ഇങ്ങനെ ഉണ്ടാവില്ല, പിന്നീട് ഇങ്ങനെ സംഭവിക്കുന്നതുമാണ്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റൊന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഫിസിക്കൽ പ്രോബ്ലംസും ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രിമേച്ചർ ഇജാക്കുലേഷന്റെ എന്ന വിഷയത്തെ കുറിച്ചാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളികളിൽ രതിമൂർച്ച അനുഭവിക്കുന്നതിന് മുമ്പേ തന്നെ പുരുഷനിൽ സ്ഖലനം സംഭവിക്കുന്നതിനെയാണ് പ്രിമേച്ചർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. 40% ആളുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലിംഗം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ഖലനം നടക്കുകയോ അതല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് 1 മിനിറ്റിനകം തന്നെ സ്ഖലനം നടക്കുകയോ ചെയ്യുമ്പോൾ അത് പ്രിമേച്ചർ ഇജാക്കുലേഷൻ ആണ്. സാധാരണ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ സ്ഖലനം നടക്കുമ്പോൾ അത് പങ്കാളികൾക്കിടയിൽ വളരെയധികം നിരാശയുണ്ടാവുകയും രതിസുഖം അനുഭവിക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ സ്വയം തൃപ്തി നേടാൻ പറ്റാതിരിക്കുകയും പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഇത് മാനസികമായി പുരുഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളിലേക്ക് പോവുകയും ചെയ്യും. ഉദാഹരണമായി, പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ പങ്കാളി മറ്റു പല ബന്ധങ്ങളിലേക്കും പോകുമോ എന്നുള്ള ചിന്ത മേൽ പങ്കാളിയെ ഒരുപാട് പ്രശ്നങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. മിക്ക പുരുഷന്മാരും പോൺ വീഡിയോസ് കാണുന്നവരാണ്. ആ പോൺ വീഡിയോസ് കാണപ്പെടുന്ന ലൈംഗിക ബന്ധത്തിലെ ദീർഘസമയം തന്റെ ദാമ്പത്യ ജീവിതത്തിലെ സെക്ഷൽ ലൈഫിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല പുരുഷന്മാരും. അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നിരാശയുണ്ടാവുകയും ചെയ്യും. പോൺ വീഡിയോസ് പടച്ചുവിടുന്നത് പുരുഷന്മാരെ ആവേശം കൊള്ളിക്കാനാണ് എന്ന് അവർക്കറിയാമായിരുന്നിട്ടും അത്തരത്തിലുള്ള സമയദൈർഘ്യം തന്റെ സെക്ഷൽ ലൈഫിലും ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോഴുള്ള നിരാശയും ചിലപ്പോൾ ശീഘ്രസ്ഖലനത്തിന് കാരണമാകാറുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ഒരു നിശ്ചിത സമയം വെച്ച് നോക്കുന്ന ഒന്നല്ല. പോൺ വീഡിയോയിൽ കാണുന്നത് പോലെ ദീർഘനേരം അത് കിട്ടുമെന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത് പോലെ ഒരുപാട് സമയവും ഒരുപാട് സുഖവും അതിൽ നിന്ന് കിട്ടുമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പങ്കാളിക്കും നിങ്ങൾക്കും സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. കാരണം ഓരോരുത്തരുടെയും സെക്സ് ഓരോ രീതിയിലാണ്. അത് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ് താനും. അതുകൊണ്ട് നിങ്ങൾ സംതൃപ്തിയാണോ, നിങ്ങളുടെ പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതല്ലാതെ ഫ്രണ്ട്സ് പറയുന്നതിനോടോ പോൺ വീഡിയോസ് കണ്ട് അതിനനുസരിച്ച് ചെയ്യുവാനോ നിങ്ങൾ തുനിയേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം.
പെനീസിലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ തൈറോയിഡിസം, പ്രോസ്റ്റേറ്റ്, മൂത്രക്കടച്ചിൽ, ഇതുകൊണ്ടൊക്കെ ശീഘ്രസ്ഖലനം സംഭവിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ശീഘ്രസ്ഖലനം സംഭവിക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് ആൻസൈറ്റി ഉണ്ടാകും. അതുകൊണ്ട് ശീഘ്രസ്ഖലനം സംഭവിക്കാം. എനിക്ക് നന്നായി ലൈംഗിക കാര്യങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാം. അത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ശീഘ്രസ്ഖലനവും ഉണ്ടാകാം. ഒരു തരത്തിലുള്ള ആവേശമായിരിക്കാം ചിലർക്ക്. ആ ആവേശം പലപ്പോഴും ശീഘ്രസ്ഖലനത്തിന് കാരണമാകും. മറ്റൊന്ന്, പാസ്റ്റിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ്. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ആങ്സൈറ്റിയും ഇനിയും തന്റെ ഭാവി ജീവിതത്തിൽ ആ ഒരു ബന്ധം, ആ ഒരു ലൈംഗികപരമായിട്ടുള്ള ആ എക്സ്പീരിയൻസ്, ആ ഒരു ചീത്ത അനുഭവം എന്നെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴും അത് മനസ്സിലവിടെ വെച്ച് പുലർത്തുമ്പോഴും എന്തെങ്കിലും വിധത്തിലുള്ള സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള ആളുകൾക്ക് കുട്ടിക്കാലത്ത് അതല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിലോ മറ്റാരിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടാം, അല്ലെങ്കിൽ മാസ്റ്റർബേഷന്, നിർബന്ധിതമായിട്ടുള്ള മാസ്റ്റർബേഷനോ മറ്റുള്ളവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ഇരയാവുകയോ ചെയ്തിട്ടുള്ളവർക്കും ഇത്തരത്തിലുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവുകയും അത് വിവാഹത്തിന് ശേഷമുള്ള സെക്ഷൽ ലൈഫിനെ ബാധിക്കുകയും ചെയ്യാം. പിന്നെ അമിതമായ ആവേശം കൊണ്ടും തനിക്ക് തൃപ്തി നേടാൻ പറ്റുമോ, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ചിന്ത മൂലവും ആവേശം മൂലവുമൊക്കെ ഇത്തരത്തിലുള്ള ശീഘ്രസ്ഖലനം സംഭവിക്കാം. സ്ട്രെസ് അനുഭവപ്പെടുന്ന ആളുകളിലും ഇങ്ങനെ പ്രിമേച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകാം. ജോലിയിലുള്ള സ്ട്രെസ്, തീരെ ഒഴിവില്ലാതിരിക്കുക, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കലഹങ്ങളും ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്റെ ലൈംഗികപരമായിട്ടുള്ള ജീവിതത്തെയും ബാധിക്കാനിടയുണ്ട്. രണ്ടാമത്തേത് ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണ്, ഫിസിക്കൽ കോസസ് ആണ്. ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനം കൊണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അഭാവം, രാസവസ്തുക്കളുടെ കുറവ് മൂലവും ഇങ്ങനെ സംഭവിക്കാം. ലൈംഗിക അഭിലാഷത്തിനും ആവേശത്തിനും കാരണക്കാരായ പ്രധാനപ്പെട്ട ഹോർമോണാണ് സെറട്ടോണിനും ഡോപ്പമിനും. ആ സെറട്ടോണിന്റെയും ഡോപ്പമിന്റെയും അളവ് കുറയുന്നത് മൂലവും ശീഘ്രസ്ഖലനം സംഭവിക്കാം. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, പെനീസിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ തൈറോയിഡിസം, മൂത്രക്കടച്ചില്, ഇത്തരത്തിലുള്ള കാരണങ്ങൾക്കും എന്തെങ്കിലും മെഡിക്കേഷൻസ്, കാര്യമായ അസുഖങ്ങൾക്ക് മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ടും ശീഘ്രസ്ഖലനം സംഭവിക്കാവുന്നതാണ്. ഇതിനെല്ലാം തക്കതായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ഇന്ന് ലഭ്യമാണ്. പ്രിമേച്ചർ ഇജാക്കുലേഷൻ പരിഹരിക്കുന്നതിന് വേണ്ടി പല ട്രീറ്റ്മെന്റുകളും ഇന്നുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനാണെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സെക്സ് തെറാപ്പിയും ഒക്കെ ഇന്ന് നിലവിലുണ്ട്. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അത് സെക്സിനെ കുറിച്ച് നല്ല രീതിയിലുള്ള സജഷൻ നിങ്ങൾക്ക് തരികയും സെക്സ് തെറാപ്പി
ഇതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുകയും സ്ട്രെസ്, ആങ്സൈറ്റി, അതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി, പാർട്ട്നേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഒരു സജഷൻസ് നിങ്ങൾക്ക് നൽകുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പറ്റും. സെക്സ് തെറാപ്പിസ്റ്റുമായി സംസാരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുവാനും വളരെയധികം സഹായിക്കും. ഇതുമൂലം നിങ്ങളുടെ പ്രിമച്വർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം കുറെ ഏറെ മാറ്റുവാനും സഹായപ്രദമാണ്. മറ്റൊന്ന് ബിഹേവിയറൽ ടെക്നിക്കാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മെത്തേഡ് ടെക്നിക്കാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ നിർത്തുകയും പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത്തരത്തിലുള്ള മെത്തേഡിലൂടെയും നിങ്ങൾക്ക് ഇജാക്കുലേഷൻ, പ്രിമേച്ചർ ഇജാക്കുലേഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. മറ്റൊന്ന് സ്ക്വീഷ് ടെക്നിക്കാണ്. ഇജാക്കുലേഷന് തൊട്ട് മുമ്പേ ശിശ്നത്തിൽ സമ്മർദ്ദം കൊടുത്ത് ഇജാക്കുലേഷന് മാറ്റിവെക്കുന്ന ഒരു തരം ടെക്നിക്കാണ് സ്ക്വീഷ് ടെക്നിക്ക്. പിന്നെ മെഡിക്കേഷൻ ആവശ്യമെങ്കിൽ, ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രിമച്വർ ഇജാക്കുലേഷന് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ മെഡിക്കേഷൻ ആവശ്യമായിരിക്കും. അത്തരത്തിൽ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യം. എക്സസൈസ് ഉണ്ടായിരിക്കുക, സ്ട്രെസ്സിനെ കുറയ്ക്കുക, ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കുക, ബെഡ്റൂമിൽ ഭാര്യയുമായിട്ടുള്ള നിങ്ങളുടെ ശീലങ്ങൾ, സ്വഭാവങ്ങൾ കുറയ്ക്കുക, സ്വഭാവങ്ങളെ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുള്ള സംസാരം, ഹാപ്പി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നിലനിർത്തുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രിങ്ക്സ്, സ്മോക്കിംഗ്, ഇവയെല്ലാം കൺട്രോളിൽ കൊണ്ടുവരിക. അതല്ലെങ്കിൽ പൂർണ്ണമായും അവ ഉപേക്ഷിക്കുവാൻ പറ്റുമെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ മാനസികമായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും വൈഫുമായിട്ട്, നിങ്ങളുടെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈംഗിക ആഗ്രഹങ്ങളെ കുറിച്ചും നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറെയൊക്കെ നിങ്ങളുടെ ഈ ശീഘ്രസ്ഖലനത്തെ മെച്ചപ്പെടുത്തുവാൻ, ശീഘ്രസ്ഖലനത്തെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യോഗ, മെഡിറ്റേഷൻ. ഇവയിലൂടെയെല്ലാം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇജാക്കുലേഷന്റെ ആ സമയം നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിമേച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ആരുടെയും കുറ്റമല്ല. ആരും ഒരു പുരുഷനും ഇത് മനഃപൂർവ്വം ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമല്ല. പ്രത്യേകിച്ചും ഇത് ലൈംഗികപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ പുരുഷന്മാർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഒരു ബാഡായിട്ടുള്ള ഒരു ആഹാര രീതിയും പിന്നെ ശീലങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ, ബാഡ് ഹാബിറ്റ്സുകളുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഓരോ വ്യക്തിയും സെക്ഷ്വാലിറ്റിയുടെ കാര്യത്തിൽ വളരെ വളരെ വ്യത്യസ്തരാണ്. ചിലർക്ക് ഇജാക്കുലേഷന്റെ കാര്യത്തിൽ ഒരുപാട് സമയം കിട്ടിയെന്നിരിക്കും. ചിലർക്ക് ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ കിട്ടിയെന്നിരിക്കും.
അതൊന്നും ഓരോരുത്തരുടെയും കുറവായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾ ദമ്പതികൾക്കിടയിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് സംതൃപ്തി നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾ സംതൃപ്തരാണോ, നിങ്ങൾ ഹാപ്പിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഫോൺ വീഡിയോസിന് അഡിക്റ്റ് ആവുകയോ ഫോൺ വീഡിയോസ് കണ്ട് അതുപോലെ ആവണം എന്ന് വിചാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയംഭോഗവും അതായത് മാസ്റ്റർബേഷനും ഇതിനൊരു കാരണമാകാം, പ്രിമച്ചർ ഇജാക്കുലേഷന് കാരണമാകാം. അമിതമായി മാസ്റ്റർബേഷൻ ചെയ്യുന്നവരിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. കാരണം മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് രതിമൂർച്ച ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയായിരിക്കാം മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിരന്തരമായി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിൽ അതിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഇത് നടക്കണം എന്നുള്ളത്. അപ്പൊ അത് നിരന്തരമായി ഈ മാസ്റ്റർബേഷനിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്ത് വിതിൻ മിനിറ്റ് ആ സമയത്തിനുള്ളിൽ അത് ഇജാക്കുലേഷൻ സംഭവിച്ചിരിക്കും. അങ്ങനെ അത് നിരന്തരം അത് അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് അതൊരു ശീലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്നത് ആ സംഭവം പിന്നീട് വിവാഹത്തിന് ശേഷവും പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ആ സമയം തന്നെ കണക്കാക്കി സ്ഖലനം ഉണ്ടാകാം. അങ്ങനെയും മാസ്റ്റർബേഷൻ കാരണവും ഇങ്ങനെ പ്രിമേച്ചർ ഇജാക്കുലേഷന് കാരണമാകാം. പ്രിമേച്ചർ ഇജാക്കുലേഷന്റെ ട്രീറ്റ്മെന്റ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും കപ്പിൾസുമായിട്ടുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. കാര്യമായിട്ടുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ ശരിയായ വ്യായാമത്തിലൂടെയും ശരിയായിട്ടുള്ള ഭക്ഷണ രീതികളിലൂടെയും ഒക്കെ ഇത് പ്രിമേച്ചർ ഇജാക്കുലേഷനെ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു യൂറോളജിസ്റ്റിനെയോ ഒരു സെക്സ് തെറാപ്പിസ്റ്റിന്റെയോ അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെയോ ഹെൽപ്പ് തേടുന്നത് വളരെ നന്നായിരിക്കും. Take care.